നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് മനോഹറിനെ കാണാനായിട്ട് കിരണും കല്യാണിയും കൂടെ പോകുന്നുണ്ട്. അതേ സമയത്ത് മനോഹറിന്റെ മനസ്സിൽ കൂടെ കുറെ ചിന്തകളാണ്. ഇനിയിപ്പൊ തനിക്ക് ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ടോന്ന് അറിയില്ല. ഇവിടെ വെച്ച് തനിക്ക് ചിലപ്പോ എന്ത് സംഭവിക്കാം. അത് മാത്രല്ല, തന്റെ മോള് ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം അതിനി ഒരിക്കലും നടക്കില്ല എന്നൊരു ചിന്തയൊക്കെ മനോഹറിന്റെ മനസ്സിലുണ്ട്. അപ്പോഴേക്കുമാണ് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോ മനോഹറിന് ഒരു സമാധാനമൊക്കെ ആയി. പിന്നീട് കിരൺ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ മനോഹർ പറഞ്ഞു, ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല കിരൺ സാറേ എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നിന്നെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോകായിരിക്കില്ലേ? അതെ, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, സൂക്ഷിക്കണം നീ, കാരണം ഏത് നിമിഷവും അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട്. നിന്നെ കൊല്ലാനായിട്ട് ഒന്നെങ്കിൽ സരയു അല്ലെങ്കിൽ സരയു ഏർപ്പാടാക്കി ആരെങ്കിലും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനോഹർ പറഞ്ഞു, എങ്ങനെ ജാഗ്രത പാലിക്കാനാ? എനിക്ക് ഇവിടെ നിന്ന് എന്താണല്ലോ എണീറ്റ് ഓടിപ്പോവാനൊന്നും കഴിയില്ലല്ലോ. കൊല്ലാൻ വരുന്നവർ കൊന്നിട്ട് പോട്ടെ, പക്ഷെ എനിക്ക് എന്റെ മോളുടെ കാര്യം ഓർത്തിട്ട് മാത്രം ഒരു വിഷമമുള്ളൂ. എനിക്ക് എന്റെ മോളെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന്. കല്യാണം പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, കൊണ്ടൊന്ന് കാണിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സരയു മിക്കവാറും ആ കുഞ്ഞിനെയും കൂടെ എന്തെങ്കിലും ചെയ്യുമോന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവനും ആപത്താണ്. അവൾക്ക് നല്ലൊരു ജീവിതം പോലും ഉണ്ടാകത്തില്ല. പിന്നെ സരയുവിന്റെ കാര്യം അറിയാലോ, അവൾക്ക് ഇടയ്ക്ക് കുറച്ച് മെന്റൽ ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഉണ്ടായിക്കൂടുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങള് കൊണ്ടുവരുന്നേന്ന് പറഞ്ഞു. മനോഹർ, സാരമില്ല സാറേ, അതൊന്നും ഇനി ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഒരുപക്ഷെ ഇവിടെ കിടന്ന് തീരാൻ എന്ത് വിധിയെങ്കിൽ അങ്ങനെ തന്നെ തീരട്ടെ, അല്ലെങ്കിൽ ജയിലിലേക്ക് പോവാനാണെങ്കിൽ അങ്ങനെ തന്നെ ആട്ടെ. കിരൺ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട് നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട്. ഞങ്ങൾക്ക് നിന്നെ സഹായിക്കണം എന്നുണ്ട്, പക്ഷെ ഞങ്ങൾ നിസ്സഹായരാ. വേറെ എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയണം. അത് കേട്ടപ്പോൾ മനോഹർ പറഞ്ഞു, അതെ, ഇനി ഇപ്പൊ എന്റെ കാര്യത്തിൽ സാറൊന്ന് റിസ്ക് എടുക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറെ ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. എത്ര പെൺകുട്ടികളുടെ ജീവിതമാ ഈ കണ്ട വർഷത്തിനിടയ്ക്ക് ഞാൻ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നേ. അവരുടെയൊക്കെ പ്രാക്ക്. പിന്നെ ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ ഭാര്യമാരെ ഗർഭിണിയാക്കിയുമ്പോൾ അവിടുന്ന് മുങ്ങുന്ന പതിവുള്ളത്. ആ കുഞ്ഞുങ്ങളുടെ മുഖം പോലും ഞാൻ കാണാൻ നിൽക്കാറില്ല. അപ്പൊ അവരുടെയൊക്കെ ശാപം എന്റെ തലയ്ക്ക് മേലെ ഇപ്പോഴും ഉണ്ട്. ആ ശാപമൊക്കെ പേര് ഞാൻ മുകളിലേക്ക് അങ്ങോട്ട് പോയിക്കോളാം സാറേ. സാർ ഇനി എനിക്ക് വേണ്ടിയിട്ട് മെനക്കേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ടി മെനക്കെട്ട് സാറിന്റെ ജീവിതം കൂടെ സാർ ഒരു കാരണവശാലും താറുമാറാക്കല്ല. പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളൂ, ആ ഗംഗാപ്രസാദിനെ കുറിച്ചാ. അയാള് കുറുക്കനാണ്. ഒരു പക്ഷെങ്കിൽ അയാൾ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും സാർ ഒരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർമ്മ വെച്ചോണം. കാരണം ഗംഗാപ്രസാദ് മരിച്ചെന്നും കരുതി അല്ലെങ്കിൽ അവൻ എവിടെ എന്താന്നും അറിയത്തില്ല. അങ്ങനെ ഒരിക്കലും സാർ ഇരിക്കരുത്. എപ്പോഴും ഏത് നിമിഷം വേണേലും അവൻ വരാന്നൊരു ചിന്തയിൽ വേണം ഇരിക്കാനെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണിക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് കല്യാണി പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ നോക്കട്ടെ. ഒരുപക്ഷെ സരയില്ലാത്ത സമയം നോക്കിയിട്ട് കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാം എന്നൊക്കെ മനോഹറിന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങണേ. പിന്നീട് അവര് നേരെ ശാരിയെ കാണാനായിട്ട് അങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പൊ കൺമണിമോൾ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രൂപയും ചന്ദ്രസേനും കൂടെ ഇറങ്ങിച്ചെന്നു. പിന്നീട് അവരുമായിട്ട് സംസാരിക്കേണ്ട സമയത്ത് കല്യാണി രൂപയോട് ആ കാര്യങ്ങൾ പറയണം. ആന്റി, എങ്ങനെയെങ്കിലും സരയുവിനെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതൊരു തെറ്റായിട്ട് തോന്നുമായിരിക്കും. ആ സമയത്ത് ശാരി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുഞ്ഞിനെ കൊണ്ട് അവളുടെ ഒപ്പം പോയത്. പക്ഷെ അവള് പറഞ്ഞു എന്നോട് പോയിക്കോളാൻ പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അത് കേട്ട് കഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു പ്ലാൻ ഉണ്ട്. അവള് മനോഹറിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന്. രണ്ട് കാര്യം സംഭവിക്കാൻ പോന്നെ. ഇപ്പൊ മനോഹർ പഴയതുപോലെ ഒന്നുമല്ല, അവന് നല്ല മാറ്റമുണ്ട്. ഒന്നുമല്ലേലും കൺമണിമോളുടെ അച്ഛനവന്. ഈ പറയുന്ന എല്ലാവർക്കും ഓരോ സ്വഭാവങ്ങളുണ്ടായിരുന്നു, അറിയാലോ. ആന്റി ആണെങ്കിലും സരയു ആണെങ്കിലും എത്രയോ കാലത്തിന് ശേഷം മാറിയത്. എന്നെയും കല്യാണിയും വരെ കൊല്ലാൻ നടന്നല്ലേ. എന്നിട്ട് നിങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായല്ലേ. അതുപോലെ തന്നെ മനോഹറിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സരയു ജയിലിൽ പോവും. പിന്നെ അവൾക്ക് അങ്ങനെ അധികം പെട്ടെന്നൊന്നും പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. ഈ സമയം ഷാരി പറയുന്നു, അവളുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട് കിരണേ. അവളൊരു മെന്റൽ പേഷ്യന്റ് ആയിരുന്നല്ലോ, അപ്പൊ അത് വെച്ച് പുറത്തിറങ്ങാൻ പറ്റുമെന്ന്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും അവള് കിടക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ട് അവളുടെ ജീവിതം താർന്നു പോകും. അച്ഛനൊരു വഴിയെ, അമ്മയ്ക്ക് ഇങ്ങനെ കൂടെ സംഭവിച്ചാല് പിന്നെ കുഞ്ഞിന്റെ ഭാവി എന്തായി തീരും? കാര്യം പറഞ്ഞാല് എന്റെ അച്ഛനും അമ്മയൊക്കെ നോക്കും. അവളൊരു പെങ്കൊച്ചല്ലേ, അവൾക്ക് അവളുടെ അമ്മയുടെ തണല് വേണ്ടേ? അതൊക്കെ കേട്ടുകഴിയുമ്പോ ഷാരി പറഞ്ഞു, എന്നെ കൊണ്ട് പറയാവുന്നതിന്റെ മാക്സിമം ഞാൻ പറഞ്ഞു. മിക്കവാറും അവൾ അവളുടെ അച്ഛനെ കാണാൻ പോയതാണെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലായിരുന്നെങ്കിൽ
ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേനെന്ന് പറയാം. ഒരു കാര്യം ചെയ്യ, നിങ്ങൾ അവളോടൊന്ന് പറഞ്ഞു നോക്ക്. കല്യാണി പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞായിരുന്നു അവൾ അനുസരിക്കുമെന്ന് തോന്നില്ല. അല്ലായിരുന്നെങ്കിൽ അവള് മുമ്പേ തന്നെ ഇങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കണം, ഞങ്ങൾ പറഞ്ഞ അനുസരിക്കുന്നവളായിരിക്കണം. പക്ഷെ ഈ ഇടക്കാലം കൊണ്ടല്ലേ അവൾക്ക് ഇത്ര മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. ഞങ്ങളോട് കൊല്ലാൻ പറഞ്ഞ് നടക്കും അവള്. കിരൺ പറഞ്ഞു, മിക്കവാറും ആരെയും കൊല്ലാനായിട്ട് ഏർപ്പാടാക്കാൻ പോയതാണെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തേലും സംഭവിക്കാതെ നോക്കേണ്ട ആന്റിയുടെ ഒക്കെ കടമയാണ്. ആന്റി വന്നു കഴിയുമ്പോൾ അവളെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരണും കല്യാണിയൊക്കെ പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് തന്നെ കല്യാണി പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട് കിരണേട്ടാ, മിക്കവാറും മനോഹറിന് എന്തെങ്കിലും ആപത്ത് വരുമോന്ന് പോലും എനിക്ക് പേടിയുണ്ട്. അതിനുള്ള സർവ്വ ചാൻസും കാണുന്നുണ്ട്. കാരണം അവള് വെറുതെ ഇരിക്കല്ല സരയു, അവള് രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കുക. കിരൺ പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവര് നോക്കട്ടെ. അങ്ങനെ അവര് വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് സരയു രാഹുൽ ഏർപ്പാടാക്കി ആളെ കാണാൻ പോവാണ്. അപ്പൊ അയാളെ വിളിച്ചു. രാഹുലിന് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ കാലം ജയിലിലുണ്ടായിരുന്നാണ്. അപ്പൊ അവന് കൂട്ടാളിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരെ വെച്ചൊരു പണി കൊടുക്കാം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സരയുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ അയാളെ വിളിച്ചു കഴിഞ്ഞപ്പത്തിനും അയാൾ പറഞ്ഞു, ആ ശരി നമുക്ക് കാണാന്നൊക്കെ പറയണം. അങ്ങനെ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് സരയു അയാളെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. സരയുവിന് എത്രയും പെട്ടെന്ന് ഒരു കാര്യം നടക്കണം, ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അയാളെ ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോ അയാൾ ചോദിച്ചു, എന്താ വേണ്ടേ? അപ്പോഴേക്കും സരയു പറഞ്ഞു, ഞാനൊരു അച്ഛൻ പറഞ്ഞിട്ട് വന്നതാ. രാഹുൽ. ഓ, രാഹുലിന്റെ മോളായിരുന്നു. അല്ല, കാര്യം എന്താ? പിന്നീട് സരയു കാര്യം പറയുകയാണ്. ജയിലിൽ കിടന്ന് അവനിപ്പം ഹോസ്പിറ്റലുണ്ട്. അവന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് അവന്റെ കാര്യം തീർത്ത് കളയണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ അവനെ തീർത്ത് കളയണം എന്ന് പറയാണ്. പണം എനിക്ക് പ്രശ്നമല്ല, എത്ര രൂപ വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ അവന്റെ കഥ കഴിയണം. അവരൊരു കാരണവശാലും ഇനി ജയിലിലേക്ക് തിരികെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും അയാൾ പറഞ്ഞു, ശരി, ആ കാര്യം ഞാൻ ഏറ്റു. അപ്പോഴേക്ക് സരിയ പറഞ്ഞു, ഇന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ അവനെ ഇന്നത്തോടു കൂടി തീർക്കണം. ഒരു കാരണവശാൽ അവനിനി പുറലോകം കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അഡ്വാൻസും സരിയ കൊടുത്തു. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് സരിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ നേരെ ശാരിയുടെ അടുത്തേക്കാണ് വരുന്നത്. വന്നു കഴിഞ്ഞപ്പത്തിന് ശാരി ചോദിച്ചു, അല്ല മോളെ, നീ ഇത് എവിടെയായിരുന്നു ചോദിക്കണം. അപ്പോഴേക്കും സരിയ പറഞ്ഞു, ഞാൻ എന്തേലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ചെയ്യാൻ പറ്റിയ ആളുണ്ടോന്ന് അറിയാൻ വേണ്ടി പോയതാ. എന്നിട്ടോ എന്തായി മോളെ, നീ ആരെങ്കിലും ഏർപ്പാട് വയ്ക്കോ? ദേ, ഒരു കാര്യം ഞാൻ പറയാം സരിയു, നീ ചെയ്യുന്ന ഇപ്പൊ എന്താണെങ്കിലും തെറ്റാണ്. അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടിയിട്ടുണ്ട്. ഇനി നീ എന്തിനാ അവന്റെ പിന്നാലെ നടന്ന് അവനെ കൊല്ലാനൊക്കെ ശ്രമിക്കണേ? ഓ, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും മാറ്റമാണല്ലേ. പക്ഷേ ഈ സരയുവിന് അങ്ങോട്ട് മാറാൻ പറ്റില്ല. സരയുവിന്റെ ജീവിതം തകർത്തവൻ അവന്റെ കാര്യങ്ങളൊക്കെ ആണുങ്ങൾ തീർത്തോളെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശാരിക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കുള്ള പോക്കാന്ന്. കാരണം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സരയുവിനും വന്ന് ഉറപ്പായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യും. ഇനി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതേ സമയത്ത് മനോഹറിന്റെ അടുത്തേക്ക് അയാൾ ചെല്ലുവാണ്. ആ കൊലയാളി അങ്ങോട്ട് ചെല്ലുവാണ്. പക്ഷെ മനോഹർ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം മനോഹറിന്റെ ഉള്ളിന്റെ ഉള്ളൊരു പ്രതീക്ഷയുണ്ട്, തനിക്ക് ഇവിടുന്ന് ജയിലിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴേലും ഏതെങ്കിലും സമയത്ത് തനിക്ക് തന്റെ കൺമണി മോളെ കാണാൻ സാധിക്കും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് മനോഹർ അവിടെ കിടക്കണ തന്നെ. പക്ഷെ തന്നെ അന്വേഷിച്ചൊരു കൊലയാളി വരുന്നുണ്ടെന്നുള്ള ചിന്തയൊന്നും മനോഹറിന്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. ഈ സമയത്ത് പുറത്ത് പോലീസുകാരൊക്കെ കാവലുണ്ടായിരുന്നു. ആ കൊലയാളി എന്ത് ചെയ്തു? അതിവിദഗ്ധമായിട്ട് ഒരു ഡോക്ടറുടെ വേഷം ധരിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടറുടെ വേഷമൊക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. മനോഹറിനെ കൊല്ലാൻ പറ്റുമോ, അതിനു മുമ്പ് വന്ന് മനോഹറിനെ ആരെങ്കിലും രക്ഷിക്കുമോ എന്ന് അറിയത്തില്ല. ഒരു പക്ഷെ ശാരി കിരണിനോട് പറയുമായിരിക്കും എങ്ങനെ സരയു എന്ന് പറഞ്ഞെന്ന്. അതറിഞ്ഞ ഉറപ്പായിട്ടും കിരണ് മനോഹറിനെ രക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.